നമസ്കാരം, ജ്യോതിസത്യനാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒക്ടോബർ മാസഫലമാണ്. ഒക്ടോബർ മാസത്തിൽ ഗ്രഹങ്ങളുടെ ചില ചലനങ്ങൾ. ഗ്രഹങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ രാശിയിൽ ഓരോ രാശിക്കാർക്കും ഓരോ രാശിയിൽ കടന്നു പോകുമ്പോൾ അവർക്ക് ഓരോരോ ഫലങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇപ്പം മേജറായിട്ട് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് ചിങ്ങൻ രാശിയാണ്. അപ്പം ചിങ്ങൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യനാണ്. ആ സൂര്യൻ ഒക്ടോബർ മാസമാകുമ്പോഴേക്ക് തുലാം രാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു മേജറായിട്ടുള്ള മാറ്റമാണ്. അതുപോലെ തന്നെ അനുഭവങ്ങൾ നമുക്ക് വരും അതനുസരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മേജറായ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ രാശിയിൽ തുലാം രാശിയിൽ ഓൾറെഡി ഈ ചിങ്ങൻ രാശിക്കാരുടെ 9ാം ഭാവാധിപനായിട്ടുള്ള 9ാം ഭാവത്തിൽ നിൽക്കുന്ന അതാ മേടാണല്ലോ 9ാം ഭാവം. അപ്പം അവിടെ അതിൻ്റെ അധിപനായിട്ടുള്ള കുജൻ 12ാം ഭാവത്തിൻ്റെയും അധിപനാണ് കുജൻ. അങ്ങനെയുള്ള 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള കുജനും ഈ തുലാം രാശിയിൽ സൂര്യനോടൊപ്പം അവിടെ ഉണ്ട്. തുലാം രാശിയിൽ കുജനുണ്ട്. പിന്നെ ശുക്രൻ നിൽക്കുന്നത്, ശുക്രൻ ശരിക്കും തുലാം രാശി സ്വക്ഷേത്രമാണ്. ആ സ്വക്ഷേത്രത്തിൽ നിന്ന് മാറിയിട്ട് കന്നിരാശിയിലേക്ക് പോയാണ് ശുക്രൻ നിൽക്കുന്നത്. കന്നിരാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ വീടായ തുലാം രാശിയിലേക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പരിവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഫുൾ മൂൺ, അതായത് പൂർണ്ണചന്ദ്രൻ വരുന്നുണ്ട്. അത് മീനൻ രാശിയിലാണ് വരുന്നത്. മീനൻ രാശിയിൽ ഓൾറെഡി ശനിയുണ്ട്. അപ്പോൾ ആ ശനിയോടൊപ്പം തന്നെ പൂർണ്ണചന്ദ്രൻ അവിടെ വരുന്നു. അപ്പോൾ അത് ചില മാറ്റങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഈ ചിങ്ങൻ രാശിക്കാർക്ക്. പിന്നെ മേജറായിട്ടുള്ളൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒക്ടോബർ 18-ാം തീയതി വ്യാഴഗ്രഹം ചിങ്ങൻ രാശിക്കാരുടെ 12ആയ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥനായിട്ട് വരികയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് എന്ത് ചലനങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിൽ, അവരുടെ തൊഴിലിൽ, അവരുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളിവിടെ ചെറുതായി ഒന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പം തുലാം രാശിയിലെ അധിപനായിട്ടുള്ള സൂര്യൻ ചിങ്ങൻ രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ തുലാം രാശിയിലേക്ക് വന്ന് അതിൻ്റെ ബലം ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ബലക്കുറവ് നമ്മളിലും ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ തരും. അതുപോലെ പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് ആരാണ്? 2ാം ഭാവാധിപൻ 3ലും 3ാം ഭാവാധിപൻ 2ലേക്കും പോയി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പരിവർത്തനം എന്നാണ് നടക്കുന്നത്. ബുധനും ശുക്രനും തമ്മിലുള്ള, ശുക്രൻ നീചത്തിലുമായിപ്പോയി. അപ്പം ശുക്രൻ നീചത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് 2ാം ഭാവത്തിലും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 2ാം ഭാവം എന്ന് പറയുമ്പോൾ ധനാണ്, വാക്കാണ്, അതൊക്കെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ധനം തീരെ ഇല്ലാതെയായി നമുക്കൊരു ക്രൈസിസ് വരും എന്ന് കരുതണ്ട. പകരം നമ്മൾ ആ ധനത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അവെയറാവും. അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ ധനം, നമ്മുടെ ഫിനാൻസ് എങ്ങനെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാം, നമുക്ക് എങ്ങനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം, എങ്ങനെ നമുക്കതിനെ കുറച്ചുകൂടി സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊക്കെ വരാം. പുതിയ പുതിയ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ, രീതികൾ ഒക്കെ നമ്മൾ ആരായി. അതാണ് അവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇനി ശുക്രൻ 2ാം ഭാവത്തിൽ നീചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിലേഷൻഷിപ്പിൽ ചില ദുഃഖങ്ങൾ ആ ഭാഗത്തുനിന്ന് വരാം, കുറച്ച് കൺഫ്യൂഷൻസ് വരാം. നമ്മൾ സ്വയം, അതായത് ചിങ്ങൻ രാശിയാധിപനാണല്ലോ പോയിട്ട് നീചസ്ഥനായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് സ്വയം ആത്മവിമർശനം ചെയ്യാനുള്ള ഒരു കാലം കൂടിയായിരിക്കും. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയിലാണെങ്കിലും, നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ പാർട്ട്ണർഷിപ്പിലൊക്കെ നമുക്ക് ചില കൺഫ്യൂഷൻസൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചില തിരിച്ചറിവുകളും നമുക്ക് അങ്ങനെ ഉണ്ടാകാം. അതായത് ഈ റിലേഷൻ നമുക്ക് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഞാൻ ആരായിരുന്നു, അങ്ങനെയൊക്കെ വരാം. ചിലപ്പോൾ നമുക്ക് തോന്നുമോ, എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഞാനിങ്ങനെ അയാളുടെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സ്നേഹബന്ധത്തിലൊന്നും എനിക്ക് സക്സസ് ആകാൻ ആവാത്തൊരാളാണ് ഞാനെന്ന് സ്വയം വിമർശിച്ചൊതുങ്ങാനും ഒക്കെ ചില സമയത്ത് നമുക്ക് തോന്നും. പക്ഷേ ഓവറോൾ അവിടെ ഒരു ബുധൻ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ റിലേഷനെ റിലേഷനിലൊരു ഹാർമണി കൊണ്ടുവരാനും, നമുക്ക് നന്നായി സംസാരിച്ച് അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ ആ ബുധൻ നമ്മളെ പ്രാപ്തനാക്കും. അപ്പോൾ ഈ പരിവർത്തനം കൊണ്ട് നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും, ചില മുറിവുകൾ ഉണ്ടാകാം, ചില ഹൃദയത്തിന് ചില മുറിവുകൾ, അത് പ്രണയം മൂലമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാണെങ്കിലും ചില പരിഭവങ്ങളും സംശയങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകാം.
പക്ഷേ അതെല്ലാം നമുക്ക് മാന്യമായിട്ട് സംസാരിച്ച്, ആ ബുധൻ മാന്യമായിട്ട് സംസാരിച്ച് അതിനെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്, ആ ബന്ധത്തിലെ ഒന്നും വലിയ വിള്ളലുകളില്ലാതെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അപ്പം നമ്മളെക്കുറിച്ച് കൂടുതൽ വിമർശിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പോലും ഈ ബുധനും ഈ കുജനും നമ്മളെ വേണ്ട, നീ അങ്ങനെ ഒന്നിനും വേണ്ടി കോംപ്രമൈസ് ചെയ്ത് വളരെ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, നിനക്ക് നിൻ്റെതായ ഒരു സ്റ്റാൻഡുണ്ട്, നീ അപ്പം അങ്ങനെ നമ്മളെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുകയും അപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും പെട്ടെന്ന് തന്നെ നമുക്കത് ആക്ഷനായിട്ട് പ്രവർത്തിപ്പിക്കാനും അതിന് ഫലം കാണാനും ഒക്കെ പെട്ടുപിടാന്നുള്ള ആക്ഷൻസും തീരുമാനങ്ങൾ നടപ്പാക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് നമുക്ക് കൊണ്ടുവന്ന് തരും ഈ കുജനും ബുധനും. അപ്പോൾ നമുക്കതൊരു സെൽഫ് വർത്താണ്. നമ്മളെക്കുറിച്ച് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കാനായിട്ട് അവരെ ഈ ഗ്രഹങ്ങൾ നമുക്ക് ധൈര്യം തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് കൺഫ്യൂഷൻസ്, അതുപോലെ തന്നെ ലോ കോൺഫിഡൻസ്, ക്രിറ്റിസിസം ഒക്കെ കേൾക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ മെല്ലെ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഫുൾ മൂൺ സഹായിക്കും. ഫുൾ മൂണ് നമുക്ക് നിൽക്കുന്നത് 8-ലാണ്, അവിടെ കൂടെ ശനിയുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ എന്താണ്, വലിയൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വലിയൊരു ഒബ്സ്റ്റക്കിൾ, വലിയൊരു തടസ്സം, വലിയൊരു ഫിയർ, വലിയൊരു കൺഫ്യൂഷൻ, ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് സക്സസ് ആയിട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഒരു വിജയിയായി നിൽക്കാനായിട്ട് ഈ ഫുൾ മൂൺ സഹായിക്കും. അപ്പം നമ്മളതിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്. നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാം, കൺഫ്യൂഷൻസ് ഉണ്ടാകാം, ചില ചില കണ്ടെത്തലുകൾ, തിരിച്ചറിയലുകളൊക്കെ ഉണ്ടാകാം. ചിലത് വേദനാജനകമായിരിക്കും തിരിച്ചറിയലുകളൊക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ വീക്ക്നെസ്സിനെയൊക്കെ ഓവർകം ചെയ്യാൻ, നമ്മുടെ കൺഫ്യൂഷനെ ഓവർകം ചെയ്യാൻ, നമ്മുടെ തോൽവികളിൽ നിന്ന് നമുക്ക് ഉന്നതിയിലേക്ക് വീണ്ടും പിടിച്ചു കയറാൻ ഒക്കെ ഒരു ധൈര്യം തരും ഈ ഫുൾ മൂൺ. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഒക്ടോബർ 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക്, അതായത് ചിങ്ങൻ രാശിയുടെ 12ാമത്തെ രാശിയിലേക്ക് വളരെ ബലത്തോടുകൂടി തന്നെ വ്യാഴം വരുന്നുണ്ട്. അപ്പോൾ ആ വ്യാഴം 12-ൽ നിന്നുകൊണ്ട് 12-ൽ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ തന്നെ വ്യാഴം അഭീഷ്ടസിദ്ധി തരുന്ന ഒരു പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ വിസ്ഡം തരുന്നുണ്ട്. നിൽക്കുന്ന രാശി എന്ന് പറയുന്ന കർക്കിടകൻ രാശിയാണ്. അവിടെ മദർലി അഫെക്ഷൻ കൂടി തരുന്ന ഒരു രാശിയാണ്, ചന്ദ്രൻ്റെ രാശിയാണല്ലോ കർക്കിടകം. അപ്പോൾ ആ ഭാവത്ത് നിന്നുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ചിങ്ങൻ രാശിക്കാരുടെ 5-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും നോക്കുന്നുണ്ട്. പോരെ? അപ്പോൾ 5 എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്. അപ്പോൾ നമുക്ക് സന്താനം, ആ ഭാവങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി, കൺഫ്യൂഷൻസ് ഒക്കെ മാറി നല്ലൊരു സെൽഫ് വർത്തിലേക്ക് നമ്മൾ വരും. അതുപോലെ 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഒക്കെ തീർത്തെടുക്കാനും അവിടെയൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും ഈ മാറ്റം സഹായിക്കും. ഈ നോട്ടം, അതായത് നമ്മുടെ കർക്കിടക രാശിയിൽ നിന്നുകൊണ്ടുള്ള വ്യാഴത്തിൻ്റെ നോട്ടം 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. 9 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് എന്തായാലും ആരാണ് 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യം. അപ്പം ആ രൂപത്തിലൊക്കെ നമ്മളെ ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴവും തുണയ്ക്കും. അപ്പം ചിങ്ങൻ രാശിക്കാർക്ക് ആദ്യ കുറേയൊക്കെ സ്ട്രഗിള്, കുറച്ച് കോൺഫ്ലിക്ട്സ്, കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് മുറിവുകൾ, ഹൃദയത്തിൽ ആഴത്തിലുള്ള ചില വേർപാടുകൾ, അല്ലെങ്കിൽ ചില സംശയങ്ങൾ, ചില തിരിച്ചറിവുകൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവലിൽ കുറച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ കുജനും അതുപോലെ നമ്മുടെ ബുധനും നമ്മളെ കൂടുതൽ സ്മാർട്ടായിട്ട്, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു അതിനെ വളരെ എഫക്റ്റീവായിട്ട് അതിന് എതിരായിട്ട് ഇതിനെ ഒക്കെ മറികടക്കാനുള്ള ഒരു ധൈര്യം തരും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ആക്ഷൻസ് എടുക്കും, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും, അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒട്ടും പിന്നിലല്ല, നമ്മളത്ര മോശക്കാരല്ല എന്നൊരു നമുക്ക് മറ്റൊരു തെളിയിക്കാനുള്ള ഒരു അവസരം കൂടി ഇത് തരും. അപ്പോൾ ഓവറോൾ ചിങ്ങൻ രാശിക്കാർക്ക് വിജയിയായി സന്തോഷത്തോടെ ഒക്ടോബർ മാസം തരണം ചെയ്യാൻ സാധിക്കും. കന്നി രാശിക്കാർക്ക് എന്ത് മാറ്റമാണ്, അവർക്ക് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു, കുറേ രാശികളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി കന്നി രാശിക്കാർക്ക് എന്താണ് അതുകൊണ്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ കന്നി രാശിയിലാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ കന്നി രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ നീചരാശിയാണ്. അപ്പോൾ അവിടെയാണിപ്പോൾ ശുക്രൻ നിൽക്കുന്നത്. കന്നി രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ പോയിട്ട് തുലാൻ രാശിയിൽ നിൽക്കുന്നു. തുലാൻ രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ വീടാണ്. വീടുകൾ പരസ്പരം മാറുകയാണ്, അതിനെയാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അതായത് ബുധൻ്റെ വീടായ കന്നിയിൽ ശുക്രനും
ശുക്രൻ്റെ വീടായ തുലാം രാശി, തുലാം എന്ന് പറയുന്നത് ശുക്രൻ്റെ വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ശുക്രൻ പോയിട്ട് കന്നിയിലും, കന്നിയിൽ വീടായിട്ടുള്ള ബുധൻ തുലാം രാശിയിലും വന്ന പരിവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കുജൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത്രയും തുലാം രാശിയിൽ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കന്നിരാശിയുടെ 12ാം രാശിയായിട്ടുള്ള ചിങ്ങം, ആ ചിങ്ങത്തിൻ്റെ അധിപനാണ് സൂര്യൻ. ആ സൂര്യൻ 3ാം ഭാവത്തിൽ വന്നിട്ട് അത് തുലാം രാശി 3ാം ഭാവമായിട്ട് വരും. അപ്പോൾ ഈ തുലാം രാശിയിൽ വന്നിട്ട് അത് നീചസ്ഥനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഫുൾ മൂൺ വരുന്നുണ്ട്. ഫുൾ മൂൺ എവിടെയാണ്? മീനൻ രാശിയിലാണ് വരുന്നത്. അവിടെ ഓൾറെഡി ശനിയുണ്ട്. അപ്പോൾ ആ മീനൻ രാശിയിലേക്ക് പൂർണ്ണയന്ത്രം വരുന്നു. പിന്നെ ഏറ്റവും ഓവറോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചലനം എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയിലേക്ക് വന്ന് ചേരുന്ന നമ്മുടെ വ്യാഴൻ്റെ സ്ഥിതിയാണ്. അപ്പോൾ വ്യാഴം എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനാണ്. അത് കന്യരാശിയുടെ എന്ന് പറയുമ്പോൾ 11ാമത്തെ രാശിയാണ്. അപ്പോൾ ആ രാശിയിൽ നിന്നുകൊണ്ട് വൃശ്ചികത്തിലേക്ക് നോക്കുന്നുണ്ട്, അതുപോലെ മകരത്തിലേക്ക് നോക്കുന്നുണ്ട്, മീനത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ബലവാനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആ ദൃഷ്ടി കൊണ്ട് തന്നെ ഈ ഭാവങ്ങളൊക്കെ പുഷ്ടിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വലിയൊരു ആശ്വാസത്തിന് അവിടെ വകയുണ്ട്. മനസ്സിലായോ? ഒരു എന്താ പറയുക, ചിലപ്പോൾ റിലേഷനിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. ഈ ശുക്രൻ നീചത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് എന്ന് പറയുക കന്യരാശിയിലെ സ്വന്തം രാശിയാണ്. അപ്പോൾ 2-1 ഭാവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിവർത്തനം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് വിമർശനങ്ങൾ ഏൽക്കാം. കുടുംബാംഗങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും ഫ്രണ്ട് സർക്കിളിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് നിശിതമായ വിമർശനങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾക്ക് വിമർശനങ്ങൾ ഏൽക്കാം. അല്ലെങ്കിൽ നമ്മുടെ ധനപരമായിട്ടുള്ള നമ്മുടെ രീതികൾ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഇതെല്ലാം ഈ ബുധനും കുജനും ചേർന്ന് അവിടെ നമുക്ക് ഈ കൺഫ്യൂഷൻ തരുന്നത് നമ്മുടെ സൂര്യനും കൺഫ്യൂഷനാണ് കൊണ്ടുവന്ന് തരുന്നത്. പക്ഷേ ഈ ബുധൻ അവിടെ നല്ല മാനേജ് ചെയ്ത് നമുക്ക് ആ മറ്റുള്ളവർക്ക് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടും. നമ്മുടെ ട്രൂ വാല്യൂ പിന്നീട് അവർ മനസ്സിലാക്കി, നമ്മളെ വിമർശിച്ച നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളുടെ യഥാർത്ഥ വില അവർ മനസ്സിലാക്കുകയും നമ്മളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി അവർ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്യും. ആദ്യം വിമർശിച്ചവരാണെങ്കിൽ പോലും അങ്ങനെ ഒരു രീതി ആ പരിവർത്തനം കൊണ്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ ഫുൾ മൂൺ വരുന്നത് 9-ലാണ്, ഫുൾ മൂൺ വരുന്നത് മീനൻ രാശിയിലാണ്. അപ്പോൾ ആ 7ാം ഭാവമാണ്, കന്യരാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ ആ 7-ൽ നിൽക്കുന്ന ശനി ഒരറ്റത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് ശുക്രൻ ഒരറ്റത്ത് നീചസ്ഥനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കി തരും. കാരണം ശനി എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുകൾ തരുന്ന ആളാണ്. അപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും എന്താ പറയുക, കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശരിയായില്ല എന്ന് മനഃപൂർവ്വം പറയുന്ന കുറേ ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ എന്നേക്കുമായിട്ടൊരു വിടുതൽ, അതിന് എന്നേക്കുമായൊരു സ്റ്റോപ്പ്, അത് ചെയ്യാൻ നമുക്കൊരു ധൈര്യം തരും ആ ഫുൾ മൂൺ, ഈ ശനി. ഇതൊക്കെ നമുക്ക് അങ്ങനെ ചില ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ കുറച്ച് എന്താ പറയുക, തീർത്തും ചേർന്ന് പോകാൻ പറ്റാത്ത വിധത്തിൽ അകന്നു പോവുക, അതൊരു സ്റ്റോപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കർക്കിടകത്തിലേക്ക് വരുന്ന വ്യാഴം, അത് ഒക്ടോബർ 18-ാം തീയതിയാണ്. ഈ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കതിനെയൊക്കെ ഓവർകം ചെയ്ത് വളരെ ഒരു വിജയീ ഭാവമായിട്ട് നിലകൊള്ളാൻ പറ്റുന്ന ഒരു മാറ്റമാണ് കന്യരാശിക്കാർക്ക് പറയാനുള്ളത്. ഒക്ടോബർ മാസത്തിലെ തുലാം രാശിക്കാർക്ക് എന്താണ് അനുഭവങ്ങൾ നോക്കാം. അതായത് ഒക്ടോബർ മാസത്തിൽ ചില ഗ്രഹങ്ങൾ കറങ്ങി ചില രാശികളിലൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ആ കുറച്ച് കാലം അവിടെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത് എന്ത് മാറ്റാണ് ഉണ്ടാക്കുന്നതെന്ന്, അപ്പോൾ ഏത് ഗ്രഹങ്ങളാണ് ഈ തുലാം രാശിക്കാർക്ക് ഫേവറബിളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഗ്രഹങ്ങൾ അങ്ങനെ രാശി മാറി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നല്ലതാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തുലാം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് നമുക്കറിയാം ശുക്രനാണ്. ആ ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നത് കന്യരാശിയിലാണ് നിൽക്കുന്നത്. കന്നിയിൽ നിൽക്കുന്ന ശുക്രന് ബലമില്ല, നീചസ്ഥനാണെന്ന് നമുക്കറിയാം. അപ്പോൾ കന്യരാശിയിൽ നിൽക്കുന്ന കന്യരാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ തുലാം രാശിയിലേക്ക് വന്ന് നിൽക്കുകയും ചെയ്യുന്നത് ഒരു പരിവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതായത് കന്യരാശിയിലെ ബുധൻ തുലാം രാശിയിലേക്കും തുലാം രാശിയുടെ അധിപൻ കന്യരാശിയിലേക്കും രാശി പരിവർത്തനമാണ്. അപ്പോൾ 12-ഉം 1-ഉം 12-ാം ഭാവം എന്ന് പറയുന്നതാണ് കന്യരാശി, തുലാം രാശി എന്ന് പറയുന്നത് അത് 1. അപ്പോൾ 1-ഉം 12-ഉം കൂടിയുള്ള ഒരു പരിവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതാണ് അതോടൊപ്പം തന്നെ തുലാം രാശിയിലേക്ക് നമ്മുടെ
ഈ തുലാം രാശിയുടെ തുലാരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ്. അപ്പം സൂര്യൻ തുലാം രാശി എന്ന് പറയുമ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് പോയിട്ട് വന്നിട്ട് തുലാം രാശിയിൽ വന്നിട്ട് തുലാം രാശിയുടെ എവിടെയാണ് ചിങ്ങത്തിലാണല്ലോ സൂര്യൻ ചിങ്ങൻ രാശിയാണ്. അപ്പോൾ ആ ചിങ്ങൻ രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ വന്ന് നിൽക്കുന്നത് തുലാം രാശിയിലാണ്. തുലാം രാശിയിലെ സൂര്യൻ എന്ന് പറയുന്നത് നീചസ്ഥനാണ്. കൂടെ വരുന്നത് 7ഉം 2ഉം ഭാവാധിപനായിട്ടുള്ള കുജൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തുലാം രാശിയിൽ ഇപ്പോൾ ഇത്രയും ഗ്രഹങ്ങളാണുള്ളത്. 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള കുജൻ തുലാം രാശിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ വന്ന് നിൽക്കുന്നുണ്ട്. 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വന്ന് നിൽക്കുന്നുണ്ട്. ഈ 3 ഗ്രഹങ്ങളാണ് തുലാം രാശിയിൽ വന്ന് നിൽക്കുന്നത്. തുലാം രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ കന്നിയിലും പോയി നിൽക്കുന്നുണ്ട്. കന്നിയിലെ ശുക്രൻ നീചസ്ഥനാണ്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഫുൾ മൂൺ വരുന്നത് മീനത്തിലാണ്. അത് ശനിയോടൊപ്പമാണ് വന്ന് നിൽക്കുന്നത്. ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനം രാശി എന്ന് പറയുന്ന 6ാമത്തെ രാശിയാണ്. അപ്പോൾ അവിടെ ഫുൾ മൂൺ വന്ന് നിൽക്കുന്നുണ്ട്. തുലാം രാശിയുടെ വലിയൊരു ആശ്വാസം എന്ന് പറയുന്ന മാറ്റമാണ് ഒക്ടോബർ 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കർക്കിടകൻ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴത്തിനൊരു പ്രത്യേകതയുണ്ട്. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5ാമത്തെ രാശിയിലേക്ക് ദൃഷ്ടിയുണ്ട്. പിന്നെ സാധാരണ എല്ലാ ഗ്രഹങ്ങൾക്കും അത് നിൽക്കുന്ന രാശിയുടെ 7ാമത്തെ രാശിയിലേക്ക് പരിപൂർണമായ ദൃഷ്ടിയുണ്ട്. അതിവിടെ വ്യാഴത്തിനുമുണ്ട്. അതുകൂടാതെ 9ലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ വ്യാഴത്തിന് 3 ദൃഷ്ടികളാണുള്ളത്. ഒന്ന് 5, അതുപോലെ 2ാമത്തെ 7, 9 ഭാവങ്ങളിലേക്ക്. അപ്പോൾ അത് വൃശ്ചികത്തിലേക്ക് വരുന്നു, നോട്ടം വരുന്നുണ്ട്. വൃശ്ചികം കഴിഞ്ഞാൽ മകരത്തിലേക്ക് നോട്ടം വരുന്നുണ്ട്, പിന്നെ മീനത്തിലേക്ക് നോട്ടം വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാവങ്ങളൊക്കെ തുലാം രാശിയുടെ 2ാമത്തെ രാശിയിലേക്ക് നോക്കുന്നു, 4ാമത്തെ രാശിയിലേക്ക് നോക്കുന്നു, 6ാമത്തെ രാശിയിലേക്ക് നോക്കുന്നു. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിലെ ഒരു ഹാർമണി ഉണ്ടാകുന്നു. കുടുംബപരമായിട്ട് നമ്മളെ വിമർശിച്ച ആൾക്കാരൊക്കെ നമ്മളെ സഹായത്തിനും സന്തോഷത്തിനും നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ വരുന്നു. അതുപോലെ നമുക്ക് കടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരിളവ് വരുന്നു. രോഗങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള സാധ്യതകൾ വരുന്നു. പൊതുവേ ഈ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഒരു ദൈവാധീനവും അനുഗ്രഹവും സന്തോഷവും വിജയവും ഒക്കെ തന്ന് നമുക്ക് ആശ്വാസം തരുന്ന ഒരു അനുഭവം തീർച്ചയായും തുലാം രാശിക്കാർക്ക് ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് ഗ്രഹങ്ങളുടെ നിൽപ്പ്. ഒക്ടോബർ മാസം വൃശ്ചികൻ രാശിയുടെ മാറ്റം അതാണ്. അപ്പം വൃശ്ചികൻ രാശിക്ക് എന്ത് ഗുണാനുഭവങ്ങളാണോ, അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണോ, അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ ഏറെയാണോ ദോഷാനുഭവങ്ങൾ ഏറെയാണോ വരുന്നത് ഗ്രഹമാറ്റങ്ങൾ കൊണ്ട്. അതായത് ഒക്ടോബർ മാസം നമ്മൾ അറിയാം ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ബുധനും നമ്മുടെ ശുക്രനും പരസ്പരം വീട് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബുധൻ്റെ രാശിയായിട്ടുള്ള കന്നിയിൽ നിന്ന് ബുധൻ തുലാം രാശിയിലേക്കും, തുലാം രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ വീട് തുലാം രാശിയാണ് ശുക്രൻ്റെ വീട്. അവിടെ നിന്ന് തുലാം രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് ഒരു പ്രയാണം അവിടെ പോയാണ് നിൽക്കുന്നത്. അപ്പോൾ പരസ്പരം രാശികൾ മാറി നിൽക്കുന്നു. അപ്പോൾ വൃശ്ചികൻ രാശിയുടെ എന്ന് പറയുമ്പോൾ അത് 12ഉം 11ഉം രാശികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് 11ൽ നിൽക്കുന്നത് ആരാണ്? ശുക്രനാണ്. അത് നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലാഭം, അതുപോലെ ഫിനാൻസ് പണമിടപാടുകളിലൊക്കെ ഒരു എന്താ പറയുക ഒരു പൂർണ്ണതയില്ലാതെ വരിക. അപ്പോൾ പണത്തിന് ധാരാളം ചിലവുകൾ വരിക. എത്ര ചെയ്താലും എന്തൊക്കെ ഓരോ ബിസിനസ് മാറ്റേഴ്സൊക്കെ ആണെങ്കിലും അതിനകത്തൊരു പൂർണ്ണതയില്ലാതെ വരിക, ഒരുപാട് ചിലവുകൾ വരിക, ഒരുപാട് യാത്രകൾ വരിക, പിന്നെ നമുക്ക് കിട്ടേണ്ട ധനം കയ്യിലേക്ക് വരാതെ സ്റ്റക്കായി നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പല പ്രാവശ്യം ട്രാവൽ ചെയ്യേണ്ടി വരിക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ക്ഷീണം, ആരോഗ്യത്തിനൊരു മന്ദത അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ 101% ആത്മാർത്ഥത കാണിച്ച് നിന്നിട്ടുണ്ടാകാം. അവിടെ നിന്നൊക്കെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതൊക്കെ ഷോർട്ടായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഷോർട്ട് ടേം ആയിട്ട് വരുന്ന അനുഭവങ്ങളാണ്. ഇത് ഈ ഷോർട്ട് ടേം ആയിട്ട് വരുന്ന അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പിന്നീട് നല്ല കാര്യങ്ങളിലേക്ക് പോകാനുള്ള അങ്ങനെയുള്ള ഒരു ചാൻസും ഈ ഒക്ടോബറിൽ തന്നെയുണ്ട്. 5ാം ഭാവം എന്ന് പറയുന്നതാണ് മീനൻ രാശി. ആ മീനൻ രാശിയിലേക്ക്
ഫുൾ മൂൺ വരുന്നുണ്ട്. അവിടെ ശനി ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഫുൾ മൂൺ 5-ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വൃശ്ചികൻ രാശിയുടെ 5ാമത്തെ രാശിയാണ് മീനം. അവിടെ പൂർണ്ണചന്ദ്രൻ്റെ നിൽപ്പുണ്ട്. അത് നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവന്ന് തരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണോ നമ്മുടെ കയ്യിലുള്ള ധനം ഉപയോഗിച്ചത്, ആർക്ക് വേണ്ടിയാണോ നമ്മൾ സ്നേഹവും കരുതലും പങ്കുവെച്ചത്, അവിടെ നിന്നൊക്കെ നമുക്ക് തിരിച്ചടികൾ ആദ്യ സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പതുക്കെ അതൊക്കെ നമുക്കൊരു റിവാർഡായിട്ട് അതിൽ നിന്നൊക്കെ നമുക്കൊരു റിവാർഡ് കിട്ടുന്ന അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാം. അതായത് ആദ്യം കുറേ പൈസ നമ്മൾ ചിലവായിട്ടുണ്ടാകാം, അതൊക്കെ പതുക്കെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ബന്ധങ്ങളിലുണ്ടാകുന്ന ഒരു നന്ദികേടിൻ്റെ ഒരു ഫീല് അതൊക്കെ പതുക്കെ മാറി നമ്മളോട് അവർ നമ്മളെ മനസ്സിലാക്കാനും നമ്മൾക്ക് സ്നേഹം തിരിച്ചു തരാനും ഒക്കെയുള്ള ഒരു അടുപ്പത്തിലേക്കൊക്കെ വരാനുള്ളൊരു കാലവുമാണ് ഈ ഫുൾ മൂൺ 5-ൽ നിൽക്കുന്നത് നമുക്ക് തരുന്നതാണ്. പക്ഷെ അവിടെ ശനി ഉള്ളതുകൊണ്ട് ഇതൊക്കെ കുറച്ച് പതുക്കെ സ്ലോ ആൻഡ് സ്റ്റഡി അങ്ങനെ വരുള്ളൂ. അതുപോലെ തന്നെ കർക്കടകത്തിലേക്കുള്ള മാറ്റം, വ്യാഴത്തിൻ്റെ മാറ്റമാണ് ഏറ്റവും സുപ്രധാന മാറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ കർക്കടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർക്കടകമാണ് വ്യാഴത്തിൻ്റെ ഉച്ചരാശി. അപ്പോൾ അവിടെയാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടുള്ള വ്യാഴത്തിൻ്റെ ആ നോട്ടം, അപ്പോൾ വ്യാഴത്തിൻ്റെ സ്പെഷ്യൽ ദൃഷ്ടികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വ്യാഴം 5-ലേക്കും 9-ലേക്കും സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്, പിന്നെ 7-ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ ഭാവങ്ങളിലേക്കൊക്കെ നോക്കുമ്പം കർക്കടകത്തിൽ നിന്നുകൊണ്ട് വൃശ്ചികത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആശ്വാസമാണ് ആ ഭാവത്തിന്. നമുക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നമുക്ക് തടസ്സപ്പെട്ടു പോയത്, അതെല്ലാം ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് നമുക്കതെല്ലാം സ്വായത്താകാൻ സാധിക്കും. അപ്പോൾ വൃശ്ചികത്തിലേക്ക് നോക്കുന്നുണ്ട്, പിന്നെ മകരത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ 5-ലേക്കും 7-ലേക്ക് 5-ലേക്ക് നോക്കുന്നുണ്ട്, 7-ലേക്ക് നോക്കുന്നുണ്ട്. 7 എന്ന് പറയുമ്പോൾ മകരത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ മാറും. പിന്നെ 7-ൽ നിന്ന് പിന്നെ 9-ലേക്ക് നോക്കുന്നുണ്ട്. 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാഗ്യാനുഭവങ്ങളാണ്. അപ്പോൾ ഫുൾ മൂണ് അവിടെ നിൽക്കുന്നു, ഈ നമ്മുടെ വ്യാഴം അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഭാവത്തിന് കൂടുതൽ പൂർണ്ണത നൽകും. അപ്പോൾ നമുക്ക് ആദ്യകാലങ്ങളിൽ നമുക്ക് ഫിനാൻസിനൊരു സ്ട്രഗിൾ ഉണ്ടാകാം, റിലേഷൻഷിപ്പിൽ ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യാം, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നാം, ക്ഷീണം തോന്നാം, ഒക്കെ ഉണ്ടാകുമെങ്കിലും വ്യാഴൻ്റെ മാറ്റവും അതുപോലെ ഫുൾ മൂൺ 5-ാം ഭാവത്തിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും നമുക്ക് തിരിച്ചു കിട്ടുന്ന, പെട്ടെന്ന് നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ അത്രയ്ക്ക് ഉണർവ് തരുന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ ലാഭങ്ങളും ഒക്കെ തിരിച്ചു കിട്ടും.